ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രോഹിത് ഇപ്പോൾ സുസ്മിതയുടെ കസ്റ്റഡിയിലാണ്. ഈ കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അവർ മദ്യം കൊടുത്ത് അവിടെ മയക്കി കിടത്തിയിരിക്കുക. അവന് നല്ല രീതിയിലൊന്ന് ചിന്തിക്കാൻ പോലും അവർ സമയം കൊടുക്കുന്നില്ലെന്നുള്ള. ഒരാളുടെ പതനം കണ്ട് സന്തോഷിക്കാൻ അവളെ കഴിഞ്ഞ ആളുള്ളൂ. സത്യമേ, സത്യമേ, ഇതുവരെ രോഹിത് വന്നിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. എവിടെ പോയതാണെന്നോട്ട് അറിയൂല്ല. നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? അവൻ എവിടെയെങ്കിലും പോയി ചത്ത കാണൂടി. സത്യമേ, ദേ ഇത്രയും വലിയ ബാധ്യത അവനാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. അതൊക്കെ ഓർത്ത് സഹിക്കാൻ വയ്യാതെ വിഷം കഴിച്ച് ഒടുങ്ങിയിട്ടുണ്ടാവും. അവനില്ലാത്ത വീട്ടിൽ നീ എന്തിനിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നീ ഇവിടുന്ന് ഇറങ്ങണം. ഇപ്പൊ ഇറങ്ങണം. സത്യമേ, ഞാനതിന് മിണ്ടി പോകരുത്. ദേ അവന് നീ ഒന്നും ഇനി എന്റെ കൺമുമ്പിൽ പോലും വന്നേക്കരുത്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങ്. അവനില്ലാത്തടത്ത് നീ നിൽക്കേണ്ട കാര്യമില്ല. ഓ സത്യമേ, എന്തൊക്കെയാ നീ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? അവനില്ലാതെ ഇവിടെ എങ്ങോട്ട് പോനാ? എങ്ങോട്ടെങ്കിലും പോട്ടെ. എവിടെ പോയാലും എനിക്കൊന്നുമില്ല. സത്യമേ, ഞാൻ ഇനിയിപ്പോ എവിടെയെങ്കിലും പോയി ചത്താലും അത് ഇവളുടെ വിധിയാണെന്ന് ഞാൻ പറയൂ. സത്യമേ, ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നീ ഒന്നും പഠിക്കുന്നില്ലല്ലോ ഭാമേ. ഒരു തരിമ്പ് പോലും നിന്റെ അഹന്തയും അഹങ്കാരവും കുറയുന്നില്ലല്ലോ. എത്രയോ വട്ടം ഞാൻ പറഞ്ഞതാ നമുക്ക് ഈ ബിസിനസ് വേണ്ട വേണ്ടാന്ന്. നീ സമ്മതിച്ചോ? നീ തന്നെയല്ലേ ഈ അവസ്ഥ ഈ കുടുംബത്തിനുണ്ടാക്കി വെച്ചത്. ഭാമേ, കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലുണ്ട്. നീ അന്നു മുതൽ ജീവിതത്തിന്റെ തുടക്കത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഉണ്ടാക്കി വെച്ചത് അതൊക്കെ എണ്ണം പറഞ്ഞ് തേടി വന്നുകൊണ്ടിരിക്കുക. എത്ര പേരെ നീ ഇതിനോടകം വെറുപ്പിച്ചു, എത്ര പേരെ നീ അകറ്റി. ഇത് മുഴുവൻ അനുഭവിക്കണം. കണ്ണീരിന് കണ്ണീരിന് പകരം ചോര വന്നാൽ നീ പഠിക്കൂ. ഞാനങ്ങ് പഠിച്ചോളാം. ഒറ്റയ്ക്ക് ഞാനങ്ങ് അനുഭവിക്കുകയും ചെയ്തോളാം. ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങളൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് തീർക്കാനും എനിക്കറിയാം. എന്നാലും ഇവളിനി ഇവിടെ വേണ്ട. സത്യമേ, കടക്കടി എന്റെ വീട്ടിൽ നിന്ന്. കടക്കടി, കടക്കാൻ. സത്യമേ, എന്റെ വീട്ടിൽ നീ ഇനി വേണ്ട. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോകാൻ. സത്യമേ, നിന്നല്ലടി പറഞ്ഞത് ഇറങ്ങിപ്പോകാൻ. സത്യമേ, അമ്മ എന്താ ഇത്? അമ്മ എന്ത് ഭ്രാന്തൊക്കെ അമ്മ ഈ കാണിക്കുന്നേ? എടാ, ഇവൾക്ക് ഇവളുടെ ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അത് എന്റെ ബാധ്യതയാണെന്ന്. ഇവളെന്നെ ഭീഷണിപ്പെടുത്തുക. ഇവളിവിടെ നിന്നാലല്ലേ ഇവളുടെ ഭർത്താവിനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരൂ. സത്യമേ, ക്ഷമിക്കണം വിഷ്ണുവേട്ടാ. ഞാൻ എന്റെ സങ്കടം കൊണ്ട്. അവളുടെ ഒരു സങ്കടം ഈ പൂങ്കണിയൊന്നും എന്റെ അടുത്ത് ചെലവാകില്ല. ഇറങ്ങി പോടി. അമ്മേ, രോഹിത്തിനെ കൊണ്ടുവരണം. അതല്ലേ നിന്റെ ആവശ്യം? നമുക്കിപ്പോ തന്നെ പോവാം. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരാം. എവിടെയുണ്ടെന്ന് എനിക്കറിയാം വിഷ്ണുവേട്ടാ. എവിടെ?
ഹലോ എക്സ്ക്യൂസ് മീ, ഹലോ ഒരു സെക്കൻഡ്. എന്താ? ഈ ശാലിനി മേഡത്തുണ്ടോ? ഉണ്ട്. എനിക്ക് മാഡത്തിനൊന്ന് കാണണമായിരുന്നു, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ചോദിച്ചു നോക്കാം. ആ ആ. മാഡം, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. മാഡം അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി. മാഡം, ജഗദീപ് വരൂ. ആ. ഇരിക്കൂ. കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. ഇരിക്കൂ. ഓ, പിന്നെ തിരക്കുള്ള ഈ സമയത്ത് ഒന്ന് ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം കേട്ടോ. ഓ, അതൊന്നും കുഴപ്പമില്ല. എന്തെങ്കിലും കാരണമില്ലാതെ ജഗദീപ് വരില്ല എന്ന് എനിക്കറിയാം. അതെ, അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ തന്നെ ഞാൻ ഇപ്പോൾ വന്നത്. ഇതിപ്പോ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യും. ജഗദീപ് പറഞ്ഞോളൂ, എന്താ പ്രശ്നം? അത് ഈ രോഹിത് ഇപ്പോൾ സുസ്മിതയുടെ കസ്റ്റഡിയിലാണ്. ഈ കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അവർ മദ്യം കൊടുത്ത് അവിടെ മയക്കി കിടത്തിയിരിക്കുക. അവന് നല്ല രീതിയിലൊന്ന് ചിന്തിക്കാൻ പോലും അവർ സമയം കൊടുക്കുന്നില്ലെന്നുള്ള. ഈ രീതിയിൽ അധികം മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇക്കാര്യം ഞാനും അറിഞ്ഞു. സുസ്മിതയോട് നേരിട്ടൊരംഗത്തിന് നിൽക്കാതെ രോഹിത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടുന്ന് കൊണ്ടുവരണം. അത് മാത്രമേ ഒരു മാർഗമുള്ളൂ. അവൻ അവിടെ വന്ന് കയറിയതിന് ശേഷം അവന്റെ കാല് നേരെ ചൊവ്വേ നിലത്തുറച്ചിട്ടില്ല. ഉറക്കാൻ അവർ സമ്മതിച്ചിട്ടില്ലെന്നുള്ള. തീരുമ്പോ മദ്യം ഒഴിച്ചു കൊടുത്ത് അവനെ അവര് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനപ്പുറം അവൻ പോവില്ല. അതാണ് അവസ്ഥ. ഇതിനൊരു പരിഹാരം കാണേണ്ടവർ അതോടനെ ചെയ്യും. എനിക്കിന്ന് നേരിട്ട് ഇടപെടാൻ പറ്റാത്തോണ്ടാ ഞാൻ മാറി നിൽക്കുന്നത്. സുസ്മിതയും ചന്ദ്രബോസും കൂടി ഇവനെ വെച്ചിട്ട് എന്തൊക്കെയോ പദ്ധതികൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, ഞാൻ കേൾക്കുന്ന രീതിയിൽ അവരൊന്നും പറയില്ലല്ലോ. ഒരു പരിധിവരെ രോഹിത്തിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് അവരവനെ കൊണ്ടുപോയി എത്തിച്ചില്ലേ. സുസ്മിതയും ചന്ദ്രബോസും കൂടി അവനെ വെച്ചൊരുക്കുന്ന കെണി അതിന് എന്ത് തന്നെ ആയിരുന്നാലും മാഡത്തിനെയും വിഷ്ണു ആശാന്റെ കുടുംബത്തിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. ഇതൊരു പക്ഷെ പരിധി വിട്ട് പോകുന്നുണ്ടോന്നാ എൻ്റെ ഒരു സംശയം.